അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച നമുക്കൊരു പൊളി പൊളിക്കണം അല്ലേ? എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ദൃശ്യം 3 ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്കും വിശേഷങ്ങളും നമുക്ക് ഇവിടെ തുടങ്ങാം. ഇന്നത്തെ ഇത് വേറെ മലയാള സിനിമയിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൃശ്യം തന്നെ വീണ്ടും എടുക്കേണ്ടി വരുന്നത്. ഇതിനിടയിൽ വന്ന കാട്ടാളൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതിരടി വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അതിരടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏതായാലും അത് തുടങ്ങുന്നതിന് മുമ്പ് ദൃശ്യത്തിൽ തന്നെ നമുക്ക് ഗണപതിക്ക് വെക്കാം അല്ലേ? ഇന്നത്തെ ദൃശ്യം കേരള കളക്ഷൻ. കേരളത്തിൽ ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് മിനിഞ്ഞാന്നത്തെ അപേക്ഷിച്ച് വെള്ളിയാഴ്ചത്തെ അപേക്ഷിച്ച് ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ 4,35,00,000 രൂപയാണ് കളക്ട് ചെയ്തതായിട്ടാണ് പറയുക. ട്രാക്കർമായ ഫാക്നിക്ക് വരുന്ന റിപ്പോർട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാവുന്നത്. എനിക്ക് തോന്നുന്നു പല ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടും ഏറ്റക്കുറച്ചിലും ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഫാക്നിക്കിൻ്റെ ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടാണ് ഫോളോ ചെയ്യുന്നത്. 4,35,00,000 രൂപയാണ് കേരള കളക്ഷനായിട്ട് അവർ പറയുന്നത്. അങ്ങനെ 71,40,00,000 രൂപ ടോട്ടൽ കേരള കളക്ഷനായിട്ട് മാറ്റുന്നു. അതുപോലെ തന്നെ ഇന്നലെ കേരള കളക്ഷനായിട്ട് വന്നത് 4,25,00,000 10 ലക്ഷം കൂടിയിട്ടുണ്ട്. 10 ലക്ഷം മാത്രമാണോ കൂടേണ്ടത് എന്നൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. എന്നാലും ബാക്കിയുള്ള ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ട് നോക്കട്ടെ. നോക്കിയതിന് ശേഷം നമുക്കത് കൺഫേം ചെയ്യാം. ഏതായാലും 4,35,00,000 എന്നതിൽ തന്നെ ലാസ്റ്റ് മൂന്നാമത്തെ 1 തരം 2 തരം 3 തരം അതിലുറച്ച് നിൽക്കുക അല്ലേ? 4,35,00,000 71,40,00,000 രൂപ കേരള കളക്ഷൻ. അതുപോലെ തന്നെ ഇന്നലെ കേരളത്തിൽ നിന്ന് ബുക്ക് മൈ ഷോയിൽ നിന്ന് വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം 1 ലക്ഷം വീണ്ടും കടന്നിരിക്കുന്നു. 1,54,600 ടിക്കറ്റാണ് ഇന്നലെ 24 മണിക്കൂർ കൊണ്ട് ബുക്ക് മൈ ഷോയിൽ നിന്ന് വിറ്റുമാറിയത്. അത് കഴിഞ്ഞ തലേ ദിവസത്തെ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് കുറവായിരുന്നു. 1,64,430 ടിക്കറ്റായിരുന്നു വെള്ളിയാഴ്ച ദിവസം വിട്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും 10,000 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വീട്ടിൽ പ്രത്യേകത. പക്ഷേ കളക്ഷന് കൂടുതലുണ്ടാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ട് തിയേറ്ററിൽ പോയി പണം കാണേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. അതുപോലെ ബുക്ക് മൈ ഷോ എന്നൊക്കെ പറയുന്ന എന്താ പറയുന്നത് മീഡിയേറ്റർമാരെ ഒഴിവാക്കി നേരിട്ട് തിയേറ്ററിൽ പോകുക, നേരിട്ട് ടിക്കറ്റ് എടുക്കുക എന്നുള്ള പ്രവണത ഇപ്പം കൂടി വരും. കാരണം റിലീസിങ് സമയത്ത് ഭയങ്കര റഷ് കൂടുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കും. ഇത് അങ്ങനെയല്ല. ഇത് ഇപ്പോഴും നമ്മൾ അങ്ങോട്ട് ചെല്ലുക, ടിക്കറ്റ് എടുക്കുക, തിയേറ്ററിൽ കയറുക. അത് തന്നെയായിരിക്കും തിയേറ്ററിൽ കണ്ടുവരുന്നത്. എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോ ആണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം വമ്പൻ കളക്ഷൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 5 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നുകൊണ്ട് 76 കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്നിട്ട് വമ്പൻ 75 കോടി കിടക്കുമ്പോൾ വീണ്ടും നമ്മൾ ആഘോഷിക്കാതെ എവിടെ പോകാൻ അല്ലേ? ലാലേട്ടൻ്റെ ചിത്രം ദൃശ്യം മലയാള സിനിമ കണ്ട മഹാ അത്ഭുതം. ഇതിൻ്റെ ഓരോ അണുവിടെയും നമ്മൾ ആഘോഷിക്കും. അതുതന്നെയാണ് നമ്മുടെ ശീലം. അതിന് അസൂയപ്പെട്ടിട്ടും കുശുമ്പ് വിചാരിച്ചവരൊക്കെ ഉണ്ടാകാം. അതൊരു വശത്ത് നിൽക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ. ഓക്കെ, ബൈ.